ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നന്മയിലേക്ക് മുന്നേറ്റം നടത്തുകയും ചെയ്യുക എന്നത് സ്വസ്ഥതക്കും സമാധാനത്തിനും അനിവാര്യമായ കാര്യമാണ്. നന്മയിലെ മുന്നേറ്റം നടത്താനാണ് ഖുർആനും നമ്മോട് ആവശ്യപ്പെടുന്നത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് ഉഇദ്ദത്ത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മയ്യശാ വല്ലാഹു ദുൽ ഫളിൽ അദീം. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടന്നു വരുവിൻ. അതിൻ്റെ വിസ്താരം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ്. അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്ക് വേണ്ടി അത് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമത്രേ. അവർ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ നൽകുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു. ചില കുടുംബങ്ങളിൽ അമ്മായിയുമ്മയും മരുമകളും ഉറ്റ ചങ്ങാതികളാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ മിക്ക കുടുംബങ്ങളിലും വഴക്കും മത്സരവുമായിരിക്കും. ചിലയിടങ്ങളിൽ മുൻപറഞ്ഞ രണ്ട് അവസ്ഥകളും കലർന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും. ഒരു ശത്രുതാ മനോഭാവത്തിൽ നിന്നുടലെടുക്കുന്ന ഒരു പ്രവണതയാണ് രണ്ടുപേരും തമ്മിലുള്ള മത്സരം. അത് തുടങ്ങുന്നത് ഉമ്മ മകൻ്റെ സാമീപ്യത്തിനും പരിഗണനയ്ക്കും ശ്രമിക്കുമ്പോഴാണ്. എന്നാൽ മരുമകൾക്ക് തോന്നുക ഭർത്താവിൻ്റെ കണ്ണിൽ തനിക്ക് വില കുറഞ്ഞു പോകുമോ എന്ന ഭയമാണ്. സംഘർഷം നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷം എല്ലാവർക്കും പിരിമുറുക്കം സൃഷ്ടിക്കും. ഇതിനെ വളരെ വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുക വളരെ പ്രധാനമാണ്. തൻ്റെ മാനസികവും വൈകാരികവുമായ കരുത്ത് വീണ്ടെടുക്കുവാൻ താഴെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നു. 1. ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാൻ ചില പ്രായോഗിക തത്വങ്ങളുണ്ട്. പരസ്പരം മറ്റുള്ളവരുടെ മേലുള്ള അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കുകയും അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യണം. മകൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച് തൻ്റെ സന്ദർശനവും താമസവും അധികരിപ്പിക്കാതിരിക്കുക. മകൻ്റെ മേലുള്ള അധികാരം തെളിയിക്കാൻ മകനെ അധികമായി പരിചരിക്കുക തുടങ്ങിയവ ഒഴിവാക്കുക. 2. കാര്യം, ഓരോരുത്തരുടെയും ജീവിതയാത്ര അതുല്യമാണെന്നും വ്യക്തിജീവിതത്തിൽ പലർക്കും വ്യത്യസ്ത അനുഭവങ്ങളും പാഠങ്ങളുമാണ് ഉണ്ടാകുക. ഈ കാരണത്താൽ നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് അനാവശ്യമായ കാര്യമാണ്. അത് നമ്മെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് തിരിച്ചു കളയും. അതിനാൽ ഉമ്മമാർ തൻ്റെ ശ്രദ്ധ തൻ്റെ ജീവിത ലക്ഷ്യങ്ങളിലേക്കും മാർഗങ്ങളിലേക്കും തിരിക്കട്ടെ. 3. കാര്യം, ആവശ്യമില്ലാത്ത മത്സര മനോഭാവം അസൂയയിലേക്കും അകൽച്ചയിലേക്കും വഴിതെളിയിക്കും. അത് ക്രമേണ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ ബാധിക്കും. ഇത് ഇസ്ലാമിൽ നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരസ്പരം വിരോധികളാകരുത്, പരസ്പരം അസൂയാലുക്കളുമാകരുത്, അന്യോന്യം ഉപേക്ഷിക്കുകയും അരുത്. അല്ലയോ അള്ളാഹുവിൻ്റെ ദാസന്മാരെ, നിങ്ങൾ പരസ്പരം സഹോദരന്മാരാവുക. ഒരു മുസ്ലിം തൻ്റെ മുസ്ലിം സഹോദരനോട് 3 ദിവസങ്ങളിൽ കൂടുതൽ സംസാരിക്കാതിരിക്കരുത്. 4. കാര്യം, പരസ്പരം നല്ല ചിന്തകൾ വെച്ച് പുലർത്തുക. മത്സരബുദ്ധി മറ്റുള്ളവരെക്കുറിച്ച് ദുശ്ചിന്തകൾ പുലർത്താൻ വഴിതെളിയിക്കും. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ സംശയത്തിൻ്റെ ആനുകൂല്യം അവർക്ക് നൽകുക. അതായത് നല്ല വശങ്ങൾ ചേർത്ത് കാര്യങ്ങൾ ഊഹിക്കുക. ഇനി ആരെങ്കിലും നമുക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അവരുടെ വാക്കുകളെ നമ്മളാൽ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുക. അവരുടെ നന്മകളിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക. മരുമകളുടെ തെറ്റുകൾക്ക് അമ്മായിയമ്മ ന്യായം ഉന്നയിക്കുന്നത് കാണുമ്പോൾ മരുമകളുടെ മനസ്സിൽ അമ്മായിയമ്മയോട് ബഹുമാനവും സ്നേഹവും സ്വാഭാവികമായി ഉടലെടുക്കും. ഈ വചനം ഒന്ന് കേട്ടു നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅസ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. നിങ്ങൾ പരിഹാസപ്പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസം കൈക്കണ്ടതിന് ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്ര ചീത്ത. വല്ലവനും പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ. പരസ്പരം തെറ്റുകളും കുറവുകളും പുറത്തു കൊടുക്കുകയും മറ്റുള്ളവരിൽ നിന്നും അത് മറച്ചുവെക്കുകയും ചെയ്യുക. ഒരു അമ്മായി ഉമ്മക്ക് മരുമകളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരിൽ നിന്ന് അവളുടെ തെറ്റുകൾ മറച്ചുവെക്കുക എന്നത്. തൻ്റെ മകനിൽ അവളുടെ ഭർത്താവിൽ നിന്ന് പോലും മറച്ചുവെക്കണം. 6. തൻ്റെ
മുസ്ലിം സഹോദരൻ്റെ പാപങ്ങൾ മറച്ചുവെക്കുന്നുവോ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ തൻ്റെ തെറ്റുകൾ അള്ളാഹു മറച്ചുവെക്കുന്നതാണ്. ആർ തൻ്റെ മുസ്ലിം സഹോദരൻ്റെ തെറ്റുകൾക്കും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നുവോ തൻ്റെ തെറ്റുകൾ വീടിൻ്റെ സ്വകാര്യതകളിൽ ഇരുന്ന് ചെയ്തവയായാൽ പോലും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കും. അമ്മായി ഉമ്മയും മരുമകളും നല്ല കാര്യങ്ങൾക്കായി മുന്നേറുമ്പോൾ മത്സര മനോഭാവം ഒക്കെ വെടിഞ്ഞ് പരസ്പരം സഹകരിക്കാൻ സാധിക്കും. ജീവിതം സുന്ദരമാക്കുകയും ആ ബന്ധം കെട്ടുറപ്പുള്ളതായി തീരുകയും ചെയ്യുന്നു. സമാധാനവും സ്നേഹവും വാത്സല്യവും നിറഞ്ഞ കുടുംബാന്തരീക്ഷം കൈവരിക്കാൻ സാധിക്കുന്നു. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും നാം അപ്രകാരമാകുന്നു സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്.